ഒമേഗ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളത്തിലെ വിപരീത പദങ്ങൾ എന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നേരത്തെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. അതിലൊത്തിരി നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന വേർഡുകൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ വേർഡ് നമുക്ക് നോക്കാം. ഉദ്ഗ്രഥനം. ഉദ്ഗ്രഥനം എന്ന വാക്കിൻ്റെ വിപരീത പദം അപഗ്രഥനം. ഉദ്ഗ്രഥനം, അപഗ്രഥനം. അപ്പോൾ ഉദ്ഗ്രഥനം എന്ന വാക്കിൻ്റെ വിപരീതം അപഗ്രഥനം. ലളിതം, അത് വളരെ ലളിതമാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. ലളിതം, ഗംഭീരം. ലളിതം, ഗംഭീരം. അപ്പോൾ ലളിതം എന്ന വാക്കിൻ്റെ വിപരീതം ഗംഭീരം. ജനി, മൃതി. അപ്പോൾ ജനി എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീതം മൃതി. ജനിയുടെ വിപരീതം മൃതി. ജനി, മൃതി. ജാസ്തി. ജാസ്തി, കമ്മി. അപ്പോൾ ജാസ്തി എന്ന പദത്തിൻ്റെ വിപരീതം കമ്മി. ജാസ്തി, കമ്മി. ആവിർഭാവം. ആവിർഭാവം, തിരോഭാവം. ആവിർഭാവം, തിരോഭാവം. ആവിർഭാവത്തിൻ്റെ വിപരീതം തിരോഭാവം. പഠിച്ചു വയ്ക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആവിർഭാവം, തിരോഭാവം. പ്രാചീനം. പ്രാചീനം, അർവാചീനം. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, പ്രാചീനം, അർവാചീനം. പ്രാചീനം, അർവാചീനം. ഹിതം, അഹിതം. ഹിതം, അഹിതം. ഹിതമല്ലാത്തത് അഹിതം. ഹിതം, അഹിതം. സാർത്ഥകം. സാർത്ഥകം, നിരർത്ഥകം. ഇപ്പോൾ സാർത്ഥകം എന്ന് പറയുന്ന വേർഡിൻ്റെ വിപരീതം നിരർത്ഥകം. സാർത്ഥകം, നിരർത്ഥകം. കൃശം. കൃശം, മേതുരം. കൃശം, മേതുരം. കൃശത്തിൻ്റെ വിപരീതമാണ് മേതുരം. ഓർത്തു വയ്ക്കുക. കൃശം, മേതുരം. പോഷണം. പോഷണം, ശോഷണം. പോഷണം എന്ന വാക്കിൻ്റെ വിപരീതം ശോഷണം. പോഷണം, ശോഷണം. പഠിച്ചാ? 10 വാക്ക് പഠിച്ചാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കരുത്, ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞോണം. പെട്ടെന്ന് പറയണം. ഓക്കെ, തുടങ്ങാലോ. ഫസ്റ്റ് ഉദ്ഗ്രഥനം, അപഗ്രഥനം. ലളിതം, ലളിതം, ഗംഭീരം. ജനി, ജനി, ജനീമൃതി. ജാസ്തി, കമ്മി. ജാസ്തി, കമ്മി. ആവിർഭാവം, ആവിർഭാവം. തിരോഭാവം. ആവിർഭാവം, തിരോഭാവം. പ്രാചീനം, പ്രാചീനം. പ്രാചീനം, അർവാചീനം. പ്രാചീനം, അർവാചീനം. ഹിതം, ഹിതം, അഹിതം. ഹിതം, അഹിതം. സാർത്ഥകം, സാർത്ഥകം, നിരർത്ഥകം. സാർത്ഥകം, നിരർത്ഥകം. കൃശം, മേതുരം. പോഷണം, ശോഷണം. പോഷണം, ശോഷണം. ഇനി അടുത്ത വാക്ക് ഉന്മീലനം. ഉന്മീലനം, നിമീലനം. ഉന്മീലനം, നിമീലനം. നിന്ദ. നിന്ദയുടെ വിപരീതം സ്തുതി. നിന്ദിക്കുക, സ്തുതിക്കുക, അല്ലേ? നിന്ദിക്കുക, സ്തുതിക്കുക. നിന്ദ, സ്തുതി. ഖേദം. ഖേദം, മോദം. ഖേദം, മോദം. ഖേദം, മോദം. നിശ്ചലം. നിശ്ചലം, ചഞ്ചലം. നിശ്ചലം, നിശ്ചലമായുള്ളത്. ചഞ്ചലം, ചലിക്കുന്നത്. നിശ്ചലം, ചഞ്ചലം. വാച്യം, വ്യംഗ്യം. വാച്യം, വ്യംഗ്യം. വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? വാച്യം, വ്യംഗ്യം. വാച്യം, വ്യംഗ്യം. ക്ഷയം, വൃദ്ധി. വൃത്തിക്ഷയങ്ങൾ, അല്ലേ? ക്ഷയം, വൃദ്ധി. ക്ഷയം, വൃദ്ധി. ക്രയം, വിക്രയം. ക്രയം, വിക്രയം. ക്രയവിക്രയങ്ങൾ, അല്ലേ? ക്രയവും വിക്രയവും. ക്രയം അതിൻ്റെ വിപരീതമാണ് വിക്രയം. ക്രയം, വിക്രയം. കലുഷം. കലുഷമായ. കലുഷം, പ്രസന്നം. വളരെ പ്രസന്നമായ. കലുഷം, പ്രസന്നം. കലുഷത്തിൻ്റെ വിപരീതമാണ് പ്രസന്നം. കലുഷം, പ്രസന്നം. തെളിവ്. തെളിവ്, ഒളിവ്. ഒളിവ്, തെളിവ്, അല്ലേ? ഒളിവ്, തെളിവ്. ഏകം, അനേകം. ഏകം എന്ന് പറയുന്ന വാക്കിൻ്റെ വിപരീതം അനേകം. ഏകം, അനേകം. ഒളിവ്, തെളിവ്. അപ്പോൾ നമ്മൾ വീണ്ടും 10 വാക്കുകൾ കൂടി നോക്കി പഠിച്ചു.
അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൂടെ പറഞ്ഞവർ പഠിച്ച് കാണും. എന്നാലും നമുക്ക് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ആ സ്ക്രീൻ നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കണം, എത്ര എണ്ണം മനസ്സിലുണ്ടെന്ന് നോക്കണം. ഓക്കെ, ഞാൻ ചോദിക്കും, നിങ്ങൾ പെട്ടെന്ന് പറയണം. ഉന്മീലനം. എന്താണ് ഉന്മീലനത്തിൻ്റെ വിപരീതം? നിമീലനം. ഉന്മീലനം, നിമീലനം. നിന്ദ. എന്താണ് നിന്ദ? സ്തുതി, നിന്ദാസ്തുതി. ഖേദം. പറഞ്ഞേ, ഖേദം, മോദം. നിശ്ചലം. നിശ്ചലം, ചഞ്ചലം. വാച്യം. വാച്യം, വ്യംഗ്യം. വാച്യം, വ്യംഗ്യം. ക്ഷയം, വൃദ്ധി. ക്ഷയം, വൃദ്ധി. ദെൻ ക്രയം. അടുത്തത് ക്രയം, വിക്രയം. കലുഷം. കലുഷം, പ്രസന്നം. ഒളിവ്, തെളിവ്. ഒളിവ്, തെളിവ് അറിയാലേ. ഏകം. ഏകം, അനേകം. ഏകം, അനേകം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെറ്റിലേക്ക് പോവുകയാണ്. ഗൗരവം, ലാഘവം. ഗൗരവം, ലാഘവം. ഗൗരവകരമായ സംഗതി അല്ലേ, മറ്റേത് ലാഘവകരമായ. ഗൗരവം, ലാഘവം. വിരളം. വിരളം, ബഹുലം. വിരളം, ബഹുലം. സമം, വിഷമം. സമത്തിൻ്റെ വിപരീതമാണ് വിഷമം. സമം, വിഷമം. സമം, വിഷമം. ഓർത്ത് വയ്ക്കുക. വിശദം. വിശദം, വിച്ഛലം. വിശദം, വിച്ഛലം. ആഗതം, നിർഗതം. ആഗതം, നിർഗതം. ആഗതത്തിൻ്റെ വിപരീതമാണ് നിർഗതം. ആശംസ, നൃശംസ. ആശംസിക്കുക, നൃശംസിക്കുക. പ്രശംസയല്ലേ, നൃശംസ. ആശംസ, നൃശംസ. സ്ഥിരം. സ്ഥിരം, സരം. സ്ഥിരമായത്, മറ്റേത് മാറ്റമുള്ളത്, സരം. നാഗം. നാഗം, അതിന് വിപരീതം, അതിന് ഓപ്പോസിറ്റ് എന്താണ്? നാഗം, നരകം. നാഗവും നരകവും. നാഗം എന്ന് വെച്ചാൽ സ്വർഗം അല്ലേ. നാഗം, നരകം. സാധകം, സാധകം. ബാധകം. സാധകം, ബാധകം. സാധകത്തിൻ്റെ വിപരീതം ബാധകം. സാധകം, ബാധകം പഠിച്ചോണം. കുചേലൻ, അതറിയാം, കുബേരൻ. കുചേലനും കുബേരനും അല്ലേ. എന്ന് വെച്ചാൽ പണക്കാരനും പാവപ്പെട്ടവനും. കുചേലൻ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും പിന്നൊക്കെ നിൽക്കുന്ന അല്ലേ. കുബേരൻ, പണക്കാരൻ. കുചേലൻ, കുബേരൻ. കുചേലൻ, കുബേരൻ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഒന്ന് ആദ്യം തൊട്ട്. ഗൗരവം, ലാഘവം. ഗൗരവം, ലാഘവം. വിരളം. വിരളം, ബഹുലം. വിരളം, ബഹുലം. സമം, വിഷമം. സമം, വിഷമം. വിശദം, വിശദം. വിച്ഛലം, വിച്ഛലം. ആഗതം, നിർഗതം. ആഗതം, നിർഗതം. ആശംസ, ആശംസ, നൃശംസ. ആശംസ, നൃശംസ. then സ്ഥിരം. പറഞ്ഞേ, സ്ഥിരം, സരം. നാഗം, നാഗം, നരകം. സാധകം, സാധകം, ബാധകം. കുചേലൻ. പറഞ്ഞേ, കുചേലൻ, കുബേരൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ 30 എണ്ണം പഠിച്ചു. അപ്പോൾ നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നേരത്തെ നമ്മൾ ചെയ്തതാണെന്ന് പറഞ്ഞു. അതിലും നമുക്ക് 30 എണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് PSC പരീക്ഷകളിൽ വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ പാർട്ടും കൂടെ കേട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ PSC പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താം, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അനുസരിച്ച് നമ്മൾ ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ബൈ.